ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിഗ്നേച്ചർ ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നിലക്കടല ചട്നിയാണ് കേട്ടോ. അതിൻ്റെ ആവശ്യമായുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു പാൻ ചൂടായതിന് ശേഷം ഒരു കപ്പ് നിലക്കടല എടുത്തിട്ട് അത് നല്ലോണം ഒന്ന് ചൂടാക്കണം. 1 മിനിറ്റ് വരെ ഒന്ന് ചൂടാക്കണം. കടയിൽ നിന്ന് ചൂടായത് വറുത്തതൊക്കെ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മതി. ലൈറ്റായിട്ട് 1 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയാൽ മതി. അതിനുശേഷം 1/2 കപ്പ് പൊരി കടലയാണ് നമ്മൾ എടുത്തത്. അതും ഒന്നിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ വെളുത്തുള്ളി ഇടാം. ചെറിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണം ഇടാവുന്നതാണ് കേട്ടോ. ഇതൊന്ന് പച്ചവാസന പോണ വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു 2 വറ്റൽമുളക് ഇട്ട് ഒന്ന് ചൂടാക്കണം. ആവശ്യത്തിന് കറിവേപ്പില ഇടാം. ഒരു മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി തീ നമുക്ക് ഓഫ് ചെയ്യുക. കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഇവിടെ ഞാൻ ഒരു 50 ml വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനൊരു ഉപ്പും 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അരച്ചെടുത്ത് ഇനി മിക്സി ജാറിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും ഇതിലേക്ക് പാർന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. എന്നാൽ പിന്നെ ആ ഫുള്ള് മസാല നമുക്ക് അതിൽ കിട്ടും. ഇപ്പോൾ നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി താളിക്കണം. അതിന് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണ ഒഴിക്കുക. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടുന്ന ടൈമിൽ ഒരു മുളക് ഇടുക, വറ്റൽമുളക്, പിന്നെ കറി ലീവ്സ് ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ താളിപ്പ് റെഡിയായി. ഇതിലേക്ക് ഒഴിച്ചാൽ മതി, നമ്മൾ ചട്നിക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ ചട്നി എന്ന് പറഞ്ഞാൽ ദോശക്കും ഇഡ്ലിക്കും ചപ്പാത്തിക്ക് വരെ അടിപൊളിയായിരിക്കും. വളരെ ഈസിയാണ്. വെറും 2 മിനിറ്റിലൊക്കെ ഉണ്ടാക്കുന്ന കഴിയുന്ന ഒരു ചട്നിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്യണം.